Dear students, നമ്മൾ ഓൾറെഡി പ്രീവിയസ് ക്ലാസ്സുകൾ ഡിസ്കസ് ചെയ്തിരുന്നത് പെർക്കസിസ്റ്റ് ആണ്. അപ്പോൾ പെർക്കസിസ്റ്റിന്റെ ആ സെഷന്റെ ഒരു കണ്ടിന്യൂഷൻ ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വാല്യുവേഷൻ ഓഫ് മോട്ടോർ കാർ. പെർക്കസിസ്റ്റിലെ ടാക്സബിൾ ഇൻ കേസ് ഓഫ് സ്പെസിഫൈഡ് എംപ്ലോയീസ് ഓൺലി ഒരു ഐറ്റം ആണ് എന്ത് വാല്യുവേഷൻ ഓഫ് മോട്ടോർ കാർ എന്ന് പറയുന്നത്. അതായത് ഒരു എംപ്ലോയർ ഒരു എംപ്ലോയിക്ക് എന്തെങ്കിലും കാർ ഫെസിലിറ്റി അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് കൺവെയൻസ് പ്രൊവൈഡ് ചെയ്യുകയാണ് എങ്കിൽ അതൊരു പെർക്കസിസ്റ്റ് ആണ്. അതിന്റെ ടാക്സ് ട്രീറ്റ്മെന്റ് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പൊ ഞാനൊരു എംപ്ലോയി ആണ്, എനിക്ക് എന്താണ് എംപ്ലോയർ കാർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എങ്കിൽ അതിന്റെ ടാക്സബിൾ വാല്യൂ എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യുന്നതാണ് ഇവിടെ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അപ്പൊ അതിന്റെ ഫസ്റ്റ് കേസ് ആയിട്ടുള്ള എ, കാർ ഓൺഡ് ഓർ ഹയേർഡ് ബൈ ദ എംപ്ലോയർ. എന്താണ് കാർ ഓൺഡ്? ഒന്നല്ലെങ്കിൽ ആ കാർ എംപ്ലോയർ സ്വന്തമായിരിക്കാം, അല്ലെങ്കിൽ ഹയേർഡ് ബൈ ദ എംപ്ലോയർ, എംപ്ലോയർ വാടകയ്ക്ക് എടുത്ത് എംപ്ലോയിക്ക് കൊടുക്കുന്നതാണ് എങ്കിൽ അതിന്റെ ടാക്സ് ട്രീറ്റ്മെന്റ് എങ്ങനെയാ നോക്കാം. ഇപ്പൊ ഇവിടെ 3 കേസുകളിലാണ് നമ്മൾ അതിന്റെ ടാക്സ് ട്രീറ്റ്മെന്റ് ഡിസ്കസ് ചെയ്യുന്നത്. ഒന്ന് പറയുന്നത്, ഇപ്പൊ എംപ്ലോയർ എനിക്ക് ഒരു കാർ യൂസ് ചെയ്യാൻ വേണ്ടി തന്നു, ഞാൻ എന്ത് ചെയ്യാം, ഒഫീഷ്യൽ പർപ്പസിന് വേണ്ടി മാത്രം ഉപയോഗിക്കാം. അതെന്താണ് കമ്പനീന്റെ അല്ലെങ്കിൽ എന്റെ ഓർഗനൈസേഷന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി എങ്ങോട്ടെങ്കിലും പോവുകയാണെങ്കിൽ മാത്രം ഞാൻ ആ കാർ യൂസ് ചെയ്യുന്നു. അതാണ് ഒഫീഷ്യൽ പർപ്പസ് ഓൺലി, ഫസ്റ്റ് കേസ്. ദെൻ സെക്കൻഡ് നമുക്ക് എന്താ പറയുക, പ്രൈവറ്റ് പർപ്പസ് ഓൺലി, എന്റെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഞാൻ യൂസ് ചെയ്യാണ്, ഓർഗനൈസേഷന്റെ ഒരു പർപ്പസിന് യൂസ് ചെയ്യുന്നില്ല എങ്കിൽ അതിന്റെ ട്രീറ്റ്മെന്റ് രണ്ടാമത്തെ കേസ് ഡിസ്കസ് ചെയ്യും. ദെൻ മൂന്നാമത്തെ കേസ് പാർട്ട്ലി ഒഫീഷ്യൽ ആൻഡ് പാർട്ട്ലി പ്രൈവറ്റ്. കണ്ടോ, പാർട്ട്ലി ഒഫീഷ്യൽ ആൻഡ് പാർട്ട്ലി പ്രൈവറ്റ്. ഞാൻ പ്രൈവറ്റ് പർപ്പസിന് യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഓർഗനൈസേഷന്റെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ ഈ 3 കേസുകളായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ആദ്യത്തെ കേസ് ഉണ്ടായിരുന്നു കാർ ഓൺഡ് ഓർ ഹയേർഡ് ബൈ ദ എംപ്ലോയർ. അതിലെ ഫസ്റ്റ് വൺ, കാർ ഈസ് യൂസ്ഡ് ഫോർ ഒഫീഷ്യൽ പർപ്പസ് ഓൺലി. ഒഫീഷ്യൽ പർപ്പസിന് വേണ്ടി മാത്രം ഉപയോഗിക്കുകയാണ് എങ്കിൽ നമ്മൾ അതിന്റെ മുകളിൽ ടാക്സ് കൊടുക്കേണ്ട, നോട്ട് എ ടാക്സബിൾ പെർക്കസിസ്റ്റ്. കാരണം എന്തായിരിക്കും, കാർ പ്രൊവൈഡ് ചെയ്യുന്ന എംപ്ലോയർ ആണ്, ഞാൻ ഓഫീസിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം വാഹനം ഉപയോഗിക്കുകയാണ്, അങ്ങനെയാണ് അതിന്റെ മുകളിൽ ഞാൻ ടാക്സ് കൊടുക്കേണ്ട ആവശ്യം വരുമോ? വരില്ല. എന്താണ്, ഒഫീഷ്യൽ പർപ്പസ് ഓൺലി ആണ് എങ്കിൽ നോട്ട് എ ടാക്സബിൾ പെർക്കസിസ്റ്റ്, അല്ലെങ്കിൽ നോട്ട് ടാക്സബിൾ. രണ്ടാമത് പറയുന്നത് പ്രൈവറ്റ് പർപ്പസ് ഓൺലി. കാർ എംപ്ലോയർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അത് എംപ്ലോയർ ഓൺ ചെയ്തതാവാം അല്ലെങ്കിൽ ഹയർ ചെയ്തതാവാം. എംപ്ലോയർ എനിക്ക് കാർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതെന്താണ് പ്രൈവറ്റ് പർപ്പസിന് വേണ്ടി മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ എങ്കിൽ ഫുള്ളി ടാക്സബിൾ ആണ്. ഓക്കെ, ഫുള്ളി ടാക്സബിൾ. അതിന്റെ മുകളിൽ എന്താണ്, ടാക്സ് കൊടുക്കേണ്ടി വരും. ആ ടാക്സബിൾ വാല്യൂ എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യുന്നത്? ആ ടാക്സബിൾ വാല്യൂ കമ്പ്യൂട്ട് ചെയ്യുന്നതിന് ഒരു ഇക്വേഷൻ പറയുന്നുണ്ട്. ആക്ച്വൽ എക്സ്പെൻസസ് ബ്രോട്ട് ബൈ ദ എംപ്ലോയർ പ്ലസ് ഡ്രൈവേഴ്സ് സാലറി പ്ലസ് depreciation at 10% or higher charges less any amount recovered from the employee. ഓക്കെ, അതായത് ടാക്സബിൾ വാല്യൂ ആണ്. നമ്മൾ പ്രൈവറ്റ് പർപ്പസിന് വേണ്ടി മാത്രമാണ് ആ കാർ ഉപയോഗിക്കുന്നതെങ്കിൽ ഫുള്ളി ടാക്സബിൾ ആണ്. ആ ടാക്സബിൾ ആയിട്ടുള്ള വാല്യൂ കാണുന്നതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ആക്ച്വൽ എക്സ്പെൻസസ് ബ്രോട്ട് ബൈ എംപ്ലോയർ. എംപ്ലോയർക്ക് എന്തൊക്കെ എക്സ്പെൻസ് ഉണ്ടായിട്ടുണ്ടോ ആ കാറിന് വേണ്ടിയിട്ട് അതേ പ്ലസ് ഡ്രൈവേഴ്സ് സാലറി, ഡ്രൈവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡ്രൈവറുടെ സാലറി പ്ലസ് ഡിപ്രീസിയേഷൻ അറ്റ് 10%. കാർ ഓൺ ചെയ്തത് എംപ്ലോയർ ആണെങ്കിൽ ഡിപ്രീസിയേഷൻ ഉണ്ടാവും അല്ലെ, സ്വന്തം കാറിന്റെ മുകളിൽ ഡിപ്രീസിയേഷൻ ചാർജ് എങ്ങനെയുള്ളൂ. ഓൺ ചെയ്ത എംപ്ലോയർ ആണെങ്കിൽ 10% ഓഫ് ഡിപ്രീസിയേഷൻ ഓർ ഹയർ ചാർജസ്. അത് വാടകയ്ക്ക് എടുത്തതാണെങ്കിൽ ഡിപ്രീസിയേഷൻ പോലെ എന്തായിരിക്കും, ഹയർ ചാർജസ് ആയിരിക്കും ഉണ്ടാവുക. ലെസ് എനി എമൗണ്ട് റിക്കവേർഡ് ഫ്രം ദ എംപ്ലോയി. പിന്നെ എംപ്ലോയിയുടെ കയ്യിൽ നിന്ന് ഇതിനു വേണ്ടി എന്തെങ്കിലും റിക്കവർ ചെയ്യുന്നുണ്ട് എങ്കിൽ അത് മൈനസ് ചെയ്യാം. ഈ ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ടാക്സബിൾ വാല്യൂ കമ്പ്യൂട്ട് ചെയ്യുക. അപ്പൊ ഫസ്റ്റ് കേസ് പറഞ്ഞത് ഒഫീഷ്യൽ പർപ്പസ് ഓൺലി. ഒഫീഷ്യൽ പർപ്പസ് ഓൺലി ആണ് എങ്കിൽ എന്താണ്, ഫുള്ളി നോട്ട് എ ടാക്സബിൾ പെർക്കസിസ്റ്റ് ആണ്. ദെൻ പ്രൈവറ്റ് പർപ്പസ് ആണെങ്കിൽ എന്താണ്, ഫുള്ളി ടാക്സബിൾ. ആ ടാക്സബിൾ വാല്യൂ കാണാൻ ഇക്വേഷൻ എന്താണ്, എക്സ്പെൻസസ് ബോൺ ബൈ എംപ്ലോയർ പ്ലസ് ഡ്രൈവർ സാലറി പ്ലസ് ഡിപ്രീസിയേഷൻ 10% ഓർ ഹയർ ചാർജസ് ലെസ് എനി എമൗണ്ട് റിക്കവേർഡ് ഫ്രം ദ എംപ്ലോയി. ഓക്കെ, ദെൻ നമ്മൾ അടുത്ത കേസിലേക്ക് പോവാണ്. പാർട്ട്ലി ഒഫീഷ്യൽ ആൻഡ് പാർട്ട്ലി പേഴ്സണൽ. എന്താണ്, ഒഫീഷ്യൽ പർപ്പസിനും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, പേഴ്സണൽ പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. രണ്ടിനും കൂടിയാണ് നമ്മൾ ആ കാർ ഉപയോഗിക്കുന്നത് എങ്കിൽ അതിന്റെ ട്രീറ്റ്മെന്റ് എങ്ങനെയാന്ന് നോക്കാം. ഓക്കെ, പാർട്ട്ലി ഒഫീഷ്യൽ ആൻഡ് പാർട്ട്ലി പേഴ്സണല് 2 കേസായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓൾ ദ എക്സ്പെൻസസ് ആർ മീറ്റ് ബൈ ദ എംപ്ലോയർ, ഓൾ ദ എക്സ്പെൻസസ് ആർ മീറ്റ് ബൈ എംപ്ലോയി. എനിക്കൊരു കാർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ കാർ ഞാൻ എന്താണ് പ്രൈവറ്റ് പർപ്പസിനും പേഴ്സണൽ പർപ്പസിനും വേണ്ടി, പ്രൈവറ്റ് പർപ്പസിനും ഒഫീഷ്യൽ പർപ്പസിനും വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ടാക്സ് ട്രീറ്റ്മെന്റിലേക്ക് വരുന്ന സമയത്ത് 2 കേസിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. അതിന്റെ എക്സ്പെൻസ് മീറ്റ് ചെയ്യുന്നത് എംപ്ലോയർ ആണോ ആണെങ്കിൽ ഒരു ട്രീറ്റ്മെന്റും, അതിന്റെ എക്സ്പെൻസ് മീറ്റ് ചെയ്യുന്ന എംപ്ലോയി ആണെങ്കിൽ അതിന് വേറൊരു ട്രീറ്റ്മെന്റും ആയിരിക്കും. ഓക്കെ, ക്ലിയർ? ഫസ്റ്റ് നോക്കാം. ഓൾ ദ എക്സ്പെൻസസ് ആർ മീറ്റ് ബൈ ദ എംപ്ലോയർ. കാർ ഒഫീഷ്യൽ പർപ്പസിന് യൂസ് ചെയ്യുന്നുണ്ട്, പേഴ്സണൽ പർപ്പസിന് ഉപയോഗിക്കുന്നുണ്ട്, അതിന്റെ എക്സ്പെൻസ് മീറ്റ് ചെയ്യുന്നത് എംപ്ലോയർ ആണ് എങ്കിൽ, ഇഫ് ഇറ്റ് ഈസ് എ സ്മോൾ കാർ,
ചെറിയ കാറാണെങ്കിൽ ആ സ്മോൾ കാറാണോ ലാർജ് കാറാണോ നോക്കുന്നത് അതിന്റെ ക്യൂബിക് കപ്പാസിറ്റി അനുസരിച്ചിട്ടാണ്. 1.6 ലിറ്റേഴ്സ് വരെയുള്ള കാറാണ് എങ്കിൽ അത് സ്മോൾ കാറും 1.6 ലിറ്റേഴ്സിന് മുകളിൽ ക്യൂബിക് കപ്പാസിറ്റി ഉള്ള കാറാണ് എങ്കിൽ എന്താണ് അതിനെ ലാർജ് കാർ എന്ന് പറയും. ഓക്കെ, അപ്പൊ സ്മോൾ കാറും ലാർജ് കാറും ക്ലാസിഫൈ ചെയ്യുന്നതിന്റെ ക്യൂബിക് കപ്പാസിറ്റി അനുസരിച്ചിട്ടാണ്. ക്യൂബിക് കപ്പാസിറ്റി 1.6 ലിറ്റേഴ്സ് വരെ ആണ് എങ്കിൽ സ്മോൾ കാറും 1.6 ലിറ്റേഴ്സിന് മുകളിലാണ് എങ്കിൽ എന്താണ് ലാർജ് കാർ ആയിരിക്കും. ഓക്കെ, അപ്പോ all expenses are met by the employer. If it is small car, അതിന്റെ ടാക്സിബിൾ വാല്യൂ കാണുന്നത് 1800 per month plus 900 per month for driver. ഇങ്ങനെ സ്മോൾ കാർ ആണെങ്കിൽ 1800 per month for plus 900 per month for driver. If it is large car, then 2400 per month plus 900 per month for driver. Okay, അപ്പൊ എന്താണ് പാർട്ട്ലി ഒഫീഷ്യൽ ആൻഡ് പാർട്ട്ലി പ്രൈവറ്റ് പർപ്പസ് ആണ്. ഓൾ എക്സ്പെൻസ് ആർ മീറ്റ് ബൈ ദ എംപ്ലോയർ ആണ് എങ്കിൽ എന്താണ് സ്മോൾ കാർ ആണെങ്കിൽ 1800 per month plus 900 per month for driver. If it is large car, 2400 per month plus 900 per month for driver. Okay, then partly official and partly personal purpose, but expenses are met by employee. ഇവിടെ എക്സ്പെൻസ് മീറ്റ് ചെയ്യുന്ന ആരാണ്? എംപ്ലോയി ആണ്. കാറിന്റെ എക്സ്പെൻസ് മീറ്റ് ചെയ്യുന്ന എംപ്ലോയി ആണ് എങ്കിൽ ഇഫ് ഇറ്റ് ഈസ് സ്മോൾ കാർ, അത് ചെറിയ കാർ ആണ് എങ്കിൽ 600 per month plus 900 per month for driver's salary. If it is large car, 900 per month plus 900 per month for driver's salary. Okay, small car ആണെങ്കിൽ 600 per month plus 900 per month for driver's salary. Large car ആണെങ്കിൽ 900 per month plus 900 per month for driver's salary. Okay, ഇത്രയാണ് ഫസ്റ്റ് കേസ് ആയിട്ടുള്ള കാർ ഓൺഡ് ആൻഡ് ഹയർഡ് ബൈ എംപ്ലോയറിൽ പറയുന്നത്. ഞാൻ ജസ്റ്റ് ഒന്നും കൂടെ ബ്രീഫ് ചെയ്ത് പറയാം. കാർ ഓൺഡ് ആൻഡ് ഹയർഡ് ബൈ എംപ്ലോയർ ആണ് എങ്കിൽ അതിന് 3 കേസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഒന്ന് ഒഫീഷ്യൽ പർപ്പസ്, then partly private purpose, then partly official and partly private purpose. Okay, അതില് ഫസ്റ്റ് പറയുന്ന ഒഫീഷ്യൽ പർപ്പസ് ഓൺലി ആണ് എങ്കിൽ എന്താണ് ഒഫീഷ്യൽ പർപ്പസ് ഓൺലി ആണ് എങ്കിൽ നോട്ട് ടാക്സബിളും, പ്രൈവറ്റ് പർപ്പസ് ആണെങ്കിൽ ഫുള്ളി ടാക്സബിളും. ആ ടാക്സബിൾ വാല്യൂ കാണുന്നത് എങ്ങനെയായിരുന്നു? ഒരു ഇക്വേഷൻ തരുന്നുണ്ട്. എന്തായിരുന്നു? ആക്ച്വൽ എക്സ്പെൻഡിച്ചർ ബോൺ ബൈ എംപ്ലോയർ പ്ലസ് driver salary plus 10% depreciation or ad charges less any amount recovered from the employer. ഇനി പാർട്ട്ലി ഒഫീഷ്യൽ ആൻഡ് പാർട്ട്ലി പ്രൈവറ്റ് പർപ്പസ് ആണെങ്കിൽ രണ്ട് കേസ് ഡിസ്കസ് ചെയ്യും. ഫസ്റ്റ് കേസ് എന്തായിരുന്നു? എക്സ്പെൻസ് ആർ മീറ്റ് ബൈ എംപ്ലോയറും എക്സ്പെൻസ് ആർ മീറ്റ് ബൈ എംപ്ലോയിയും. എക്സ്പെൻസ് മീറ്റ് ചെയ്യുന്ന എംപ്ലോയർ ആണെങ്കിൽ സ്മോൾ കാർ ആണെങ്കിൽ 1800 per month plus 900 per month for drivers, and large car ആണെങ്കിൽ 2400 plus 900 per month for driver salary. ഇനി if expense are meet by employee ആണെങ്കിൽ സ്മോൾ കാർ ആണെങ്കിൽ 600 per month plus 900 per month for driver salary, and large car ആണെങ്കിൽ 900 per month plus 900 per month for driver's salary. Okay, then നമ്മൾ ആദ്യത്തെ കേസ് ആണ് ഡിസ്കസ് ചെയ്തത് കാർ ഓൺഡ് ആൻഡ് ഹയർഡ് ബൈ ദ എംപ്ലോയർ. ഇനി അടുത്ത കേസ് നോക്കാം. കേസ് ബി. കേസ് ബി നോക്കാം നമുക്ക്. ഓക്കെ, നെക്സ്റ്റ് കേസ് ബി നോക്കാം. കേസ് ബിയിൽ പറയുന്നത് car is owned by the employee. B, car is owned by the employee. Owned by the employee. Car is owned by the employee but maintained by the employer. But maintained by the employer. But maintained by the employer. നേരത്തെ പറഞ്ഞ കാർ ഓൺഡ് ഓർ ഹയർഡ് ബൈ ദ എംപ്ലോയർ ആയിരുന്നു. ഇവിടെ എത്തിയപ്പോ കാർ ഓൺഡ് ബൈ ദ എംപ്ലോയി ബട്ട് എക്സ്പെൻസ് ആർ മീറ്റ് ബൈ ദ എംപ്ലോയർ. അല്ലെങ്കിൽ എന്താണ് മെയിൻറ്റെയിൻ ചെയ്യുന്ന പറഞ്ഞാൽ അതിന്റെ എക്സ്പെൻസ് മീറ്റ് ചെയ്യുന്നത് എംപ്ലോയർ ആണ് എങ്കിൽ ഇവിടെ 3 കേസ് ഉണ്ട്. ഫസ്റ്റ് കേസ് ഒഫീഷ്യൽ പർപ്പസ്. ഒഫീഷ്യൽ പർപ്പസ് ആണെങ്കിൽ എല്ലാ എപ്പോഴും കേസിന് നോട്ട് എ ടാക്സബിൾ പർച്ചേസ്. നോട്ട് എ ടാക്സബിൾ perk. Purchase വേറെ perk. Not a taxable perk. Then private purpose ആണെങ്കിൽ private purpose ആണെങ്കിൽ if it is used for private purpose then purchases എന്ന് പറയുന്നത് fully taxable ആണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ fully taxable ആണ്. taxable value കാണുന്നത് taxable value is equal to
actual expenses of employer, actual expenses of employer minus any amount recovered from employee. Okay, then third case, partly for official and partly for private. Partly for official and private. ഒഫീഷ്യൽ പർപ്പസിനും പ്രൈവറ്റ് പർപ്പസിനും വേണ്ടി യൂസ് ചെയ്യാൻ കഴിയും. അപ്പോൾ നമുക്ക് നോക്കാം വാല്യൂഷൻ ഓഫ് മോട്ടോർ കാർ എന്താണ്. സെക്കൻഡ് കേസ് ആയിട്ടുള്ള കാർ ഈസ് ഓൺഡ് ബൈ ദ എംപ്ലോയർ ബട്ട് മെയിൻറ്റൈൻഡ് ബൈ എംപ്ലോയർ ആണ് എങ്കിൽ, കാർ ഈസ് ഓൺഡ് ബൈ എംപ്ലോയി ബട്ട് മെയിൻറ്റൈൻഡ് ബൈ എംപ്ലോയർ ആണ് എങ്കിൽ, ഒഫീഷ്യൽ പർപ്പസിന് വേണ്ടി മാത്രമേ ഉപയോഗിക്കുന്നെങ്കിൽ നോട്ട് ടാക്സബിൾ പർപ്പസ്, ഫുള്ളി ടാക്സബിൾ ആണെങ്കിൽ പ്രൈവറ്റ് പർപ്പസ് ആണെങ്കിൽ ഫുള്ളി ടാക്സബിൾ ആണ്. ടാക്സബിൾ വാല്യൂ കാണുന്നത് എംപ്ലോയർക്ക് എന്തൊക്കെ എക്സ്പെൻസ് ഉണ്ടായിട്ടുണ്ടോ അതിൽ നിന്ന് എന്താണ് എംപ്ലോയർ എടുത്ത് റിക്കവർ ചെയ്ത് എമൗണ്ട് കുറയ്ക്കാം. Then partly for official and partly for private ആണ് എങ്കിൽ അവിടെ സ്മോൾ കാർ ഉണ്ടാവും, അതുപോലെ തന്നെ ലാർജ് കാർ ഉണ്ടാവും. സ്മോൾ കാർ ആണെങ്കിൽ എങ്ങനെ നോക്കാം. സ്മോൾ കാർ ആണെങ്കിൽ amount of expenditure borne by the employer minus 1800 per month plus 900 per month for driver. Okay, small car ആണെങ്കിൽ actual expenditure incurred by the employer minus 1800 per month plus 900 per month for driver. If it is large car ആണെങ്കിൽ amount of expenditure incurred by the employer minus 2400 per month plus 900 per month for driver. Okay, ഞാൻ ഒന്നും കൂടെ പറയാം. Car is owned by employee but expenses are met by employer അല്ലെങ്കിൽ maintained by the employer ആണ് എങ്കിൽ, ഒഫീഷ്യൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ നോട്ട് എ ടാക്സബിൾ പർപ്പസ്. പ്രൈവറ്റ് പർപ്പസിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഫുള്ളി ടാക്സബിൾ ആണ്. ടാക്സബിൾ കാണുന്നത് എങ്ങനെയാണ്, എംപ്ലോയർക്ക് എന്തൊക്കെ എക്സ്പെൻസ് ഉണ്ടായിട്ടുണ്ടോ അതിൽ നിന്ന് എംപ്ലോയറിൽ നിന്ന് റിക്കവർ ചെയ്ത് എമൗണ്ട് കുറച്ചിട്ടുള്ളത് ടാക്സബിൾ ആയിട്ട് വരും. ദെൻ പാർട്ട്ലി ഫോർ ഒഫീഷ്യൽ ആൻഡ് പാർട്ട്ലി ഫോർ പ്രൈവറ്റ് ആണെങ്കിൽ സ്മോൾ കാറും ലാർജ് കാറും വരും. സ്മോൾ കാർ ആണെങ്കിൽ ആക്ച്വൽ എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ബൈ ദ എംപ്ലോയർ മൈനസ് 1800 per month plus 900 per month for driver. Then large car ആണെങ്കിൽ ആക്ച്വൽ എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ബൈ ദ എംപ്ലോയർ മൈനസ് 2400 per month plus 900 per month for driver. Okay, അപ്പോൾ ഞാൻ രണ്ട് കേസ് അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഫസ്റ്റ് കേസ് എന്തായിരുന്നു, കാർ ഈസ് ഓൺഡ് ഓർ ഹയർഡ് ബൈ ദ എംപ്ലോയറും. സെക്കൻഡ് കേസ് കാർ ഈസ് ഓൺഡ് ബൈ ദ എംപ്ലോയി ബട്ട് മെയിൻറ്റൈൻഡ് ബൈ ദ എംപ്ലോയറും. ഈ രണ്ട് കേസിലാണ് അധികം പ്രോബ്ലത്തിലൊക്കെ വരുന്ന ഐറ്റംസ് ഒക്കെ ഈ രണ്ട് കേസിൽ നിന്നാണ് കണ്ടിട്ടുള്ളത്. ഓക്കെ, ഇതിന് അടുത്ത കേസാണ് when more than one car is provided. ഞാൻ ബോർഡ് എഴുതുന്നില്ല, ജസ്റ്റ് വായിക്കാം. when more than one car is provided, ഒന്നിലധികം കാർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എങ്കിൽ അതിന്റെ ടാക്സ് ട്രീറ്റ്മെന്റ് എങ്ങനെയാണ്. ഓക്കെ, ഒന്നിലധികം കാർ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് കാർ ഒരു ഒന്നിലധികം കാർ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ one car shall be taken as car provided partly for official and partly for private purpose. അതിൽ ഒരു കാർ നമ്മൾ എന്ത് ചെയ്യും, പാർട്ട്ലി പ്രൈവറ്റ് പർപ്പസിനും പാർട്ട്ലി ഒഫീഷ്യൽ പർപ്പസിനാണ് ഉപയോഗിക്കുന്നത് നമ്മൾ അസ്യൂം ചെയ്യും. അങ്ങനെ പറഞ്ഞാൽ അത് സ്മോൾ കാർ ആണെങ്കിൽ 1800 per month plus 900 per month for ഡ്രൈവറും, ലാർജ് കാർ ആണെങ്കിൽ 2400 per month plus 900 per month for ഡ്രൈവർ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. ഓക്കെ, ദെൻ രണ്ടാമത്തെ കാർ, ഒന്നിലധികം കാറിന് ഫസ്റ്റ് കാറിന് നമ്മൾ എന്ത് ചെയ്യും, പാർട്ട്ലി ഒഫീഷ്യലും പാർട്ട്ലി പ്രൈവറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യും. ദെൻ രണ്ടാമത്തെ കാറിന് നമ്മൾ എന്ത് ചെയ്യും, പ്രൊവൈഡ് ആസ് എക്സ്ക്ലൂസീവ്ലി ഫോർ പ്രൈവറ്റ് പർപ്പസ്. അത് മൊത്തമായിട്ട് നമ്മൾ പ്രൈവറ്റ് പർപ്പസിനാണ് ഉപയോഗിക്കുന്നത് ട്രീറ്റ് ചെയ്യും. അപ്പൊ എന്താണ് ഫുള്ളി ടാക്സബിൾ ആയിട്ട് ട്രീറ്റ് ചെയ്യും. ഒരു കാർ പാർട്ട്ലി ഒഫീഷ്യലും പാർട്ട്ലി പ്രൈവറ്റ് ആയിട്ടും ട്രീറ്റ് ചെയ്യും. മറ്റേ കാർ എന്താണ് പ്രൈവറ്റ് പർപ്പസിന് വേണ്ടിയിട്ടാണ് മൊത്തമായിട്ട് ഉപയോഗിക്കുന്നത് ട്രീറ്റ് ചെയ്യും, ഒന്നിലധികം കാർ പ്രൊവൈഡ് ചെയ്യുകയാണ് എങ്കിൽ. ഓക്കെ, ഇതിനടുത്ത കേസ് പറയാം. ഡി, എംപ്ലോയർ ഈസ് പ്രൊവൈഡർ any other automatic conveyance but the actual running and maintenance expenses are met by the employer.
കാർ അല്ലാതെ വേറെ എന്തെങ്കിലും ഓട്ടോമാറ്റിക് കൺവെയൻസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്, അതിന്റെ എക്സ്പെൻസ് ഒക്കെ മീറ്റ് ചെയ്യുന്ന എംപ്ലോയർ ആണ് എങ്കിൽ അതിന്റെ ട്രീറ്റ്മെന്റ് എങ്ങനെയാ നോക്കാം. അത് ഒഫീഷ്യൽ പർപ്പസിനാണ് എങ്കിൽ നോട്ട് എ ടാക്സബിൾ പെർക്വസിസ്റ്റ്. ഒഫീഷ്യൽ പർപ്പസിന് ഉപയോഗിക്കുകയാണെങ്കിൽ ടാക്സ് കൊടുക്കേണ്ട. ദെൻ പാർട്ട്ലി ഒഫീഷ്യൽ ആൻഡ് പാർട്ട്ലി പ്രൈവറ്റ് പർപ്പസ് ആണ് എങ്കിൽ ആക്ച്വലി എത്രയാണോ എംപ്ലോയർക്ക് ചിലവായിട്ടുള്ള എക്സ്പെൻഡിച്ചർ ഇൻക്ലൂഡ് ബൈ ദ എംപ്ലോയർ മൈനസ് 900 പെർ മന്ത് എന്ത് ചെയ്യുക, ലെസ് ചെയ്യുക, ബാക്കി എമൗണ്ടിന്റെ മുകളിൽ ടാക്സ് കൊടുക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ ഞാൻ ഈ 4 കേസും ഒന്നും കൂടെ പറയാം. ഫസ്റ്റ് കേസ് എന്തായിരുന്നു? കാർ ഈസ്, ഇത് കുറച്ച് കൺഫ്യൂസിംഗ് ആണ് പിന്നെയും പറയുന്നത്. ഫസ്റ്റ് കേസ് എന്തായിരുന്നു? കാർ ഈസ് ഓൺഡ് ഓർ ഹയർഡ് ബൈ ദ എംപ്ലോയർ. കാർ ഓൺ ചെയ്തത് എംപ്ലോയർ ആണ് അല്ലെങ്കിൽ ഹയർ ചെയ്തത് എംപ്ലോയർ ആണ് എങ്കിൽ അതിൽ 3 കേസ് പറഞ്ഞു. പ്രൈവറ്റ് പർപ്പസ് ആണെങ്കിൽ ഫുള്ളി ടാക്സബിളും, ഒഫീഷ്യൽ പർപ്പസ് ആണെങ്കിൽ നോട്ട് ടാക്സബിളും. പ്രൈവറ്റ് പർപ്പസിൽ ടാക്സബിൾ വാല്യൂ കാണാൻ ഇൻഡിക്കേഷൻ നമ്മൾ പഠിച്ചു. എന്തൊക്കെയായിരുന്നു? എന്താ ഇൻഡിക്കേഷൻ? ആക്ച്വൽ എക്സ്പെൻഡിച്ചർ ഇൻക്ലൂഡ് ബൈ ദ എംപ്ലോയർ പ്ലസ് ഡ്രൈവർ സാലറി പ്ലസ് 10% കോസ്റ്റ് ഓഫ് കാർ ഓർ ഹയർ ചാർജസ് മൈനസ് എനി എമൗണ്ട് റിക്കവേർഡ് ഫ്രം ദ എംപ്ലോയി. ഓക്കെ, ഇതിന് ഒഫീഷ്യൽ ആയിട്ട് പാർട്ട്ലി പർപ്പസ്, രണ്ടും കൂടെ പാർട്ട്ലി ഒഫീഷ്യൽ ആൻഡ് പാർട്ട്ലി പ്രൈവറ്റ് പർപ്പസ് ആണെങ്കിൽ അത് 2 കേസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. എക്സ്പെൻസ് മീറ്റ് ചെയ്യുന്ന എംപ്ലോയറും എക്സ്പെൻസ് മീറ്റ് ചെയ്യുന്ന എംപ്ലോയും. എക്സ്പെൻസ് മീറ്റ് ചെയ്യുന്ന എംപ്ലോയർ ആണെങ്കിൽ സ്മോൾ കാറും ലാർജ് കാറും. സ്മോൾ കാർ എന്ന് പറഞ്ഞാൽ 1.6 ലിറ്റേഴ്സ് ക്യൂബിക് കപ്പാസിറ്റി താഴെയുള്ള കാറാണ് സ്മോൾ കാർ. സ്മോൾ കാർ ആണെങ്കിൽ 1800 പെർ മന്ത് പ്ലസ് 900 പെർ മന്ത് ഫോർ ഡ്രൈവറും. ലാർജ് കാർ ആണെങ്കിൽ 2400 പെർ മന്ത് പ്ലസ് 900 പെർ മന്ത് ഫോർ ഡ്രൈവറും. ഇനി എക്സ്പെൻസ് ആർ മീറ്റ് ബൈ എംപ്ലോയി ആണെങ്കിൽ എന്താണ്? സ്മോൾ കാർ ആണെങ്കിൽ 600 പെർ മന്ത് പ്ലസ് 900 പെർ മന്ത് ഫോർ ഡ്രൈവേഴ്സ് സാലറി. ലാർജ് കാർ ആണെങ്കിൽ 900 പെർ മന്ത് പ്ലസ് 900 പെർ മന്ത് ഫോർ ഡ്രൈവേഴ്സ് സാലറി ആയിരുന്നു. രണ്ടാമത്തെ കേസ് നമ്മൾ പറഞ്ഞത് വാല്യുവേഷൻ ഓഫ് മോട്ടോർ കാർ. രണ്ടാമത്തെ കേസ് കാർ ഈസ് ഓൺഡ് ബൈ ദ എംപ്ലോയി. ഇവിടെ കാർ ഓൺ ചെയ്തത് എംപ്ലോയി ആണ്, ബട്ട് മെയിൻറ്റൈൻഡ് ബൈ ദ എംപ്ലോയർ. അതായത് എക്സ്പെൻസ് മീറ്റ് ചെയ്യുന്നത് എംപ്ലോയർ ആണ് എങ്കിൽ അവിടെ നമ്മൾ 3 കേസ് പറഞ്ഞു. ഫസ്റ്റ് കേസ് പറഞ്ഞതാണ് ഒഫീഷ്യൽ പർപ്പസ് ആണെങ്കിൽ നോട്ട് എ ടാക്സബിൾ പെർക്വസിസ്റ്റ്. പ്രൈവറ്റ് പർപ്പസ് ആണെങ്കിൽ ഫുള്ളി ടാക്സബിൾ ആണ്. ടാക്സബിൾ വാല്യൂ ഇവിടെ കാണുന്നത് എങ്ങനെയാണ്? ആക്ച്വൽ എമൗണ്ട് ഇൻക്ലൂഡ് ബൈ ദ എംപ്ലോയർ. എംപ്ലോയർക്ക് എത്രയാണ് എക്സ്പെൻഡിച്ചർ ഇൻകർ ചെയ്തിട്ടുള്ളത് അതിൽ നിന്ന് എന്ത് ചെയ്യാണ്? എംപ്ലോയർ അടുത്ത് റിക്കവറി നമ്മൾ ലെസ് ചെയ്തിട്ട് ബാക്കി വരുന്നതിന് മുകളിൽ ടാക്സ് കൊടുക്കേണ്ടി വരും. ദെൻ പാർട്ട്ലി ഫോർ ഒഫീഷ്യൽ ആൻഡ് പാർട്ട്ലി ഫോർ പ്രൈവറ്റ് പർപ്പസ് ആയിരുന്നു എങ്കിൽ അവിടെ സ്മോൾ കാർ ഉണ്ട്, ലാർജ് കാർ ഉണ്ട്. സ്മോൾ കാർ ആണെങ്കിൽ ആക്ച്വൽ എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ബൈ ദ എംപ്ലോയർ മൈനസ് 1800 per month plus 900 per month for driver. If it is large car, then actual expenditure incurred by the employer minus 2400 per month plus 900 per month for driver. Okay. Then അടുത്ത കേസ് സി, തേർഡ് കേസ് ആയിട്ടുള്ള തേർഡ് കേസ് എന്താ പറഞ്ഞത്? മോർ ദാൻ വൺ കാർ ഈസ് പ്രൊവൈഡഡ്. ഒന്നിലധികം കാർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എങ്കിൽ ഫസ്റ്റ് കാർ നമ്മൾ എന്തായിട്ട് ട്രീറ്റ് ചെയ്യുക? പാർട്ട്ലി ഒഫീഷ്യലും പാർട്ട്ലി പ്രൈവറ്റ് ആയിട്ടും ട്രീറ്റ് ചെയ്യും. രണ്ടാമത്തെ കാർ നമ്മൾ എന്ത് ചെയ്യും? പ്രൈവറ്റ് പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നതായിട്ട് ട്രീറ്റ് ചെയ്യും. നമ്മൾ ലാസ്റ്റ് കേസ് പറഞ്ഞത് ഇനി അതർ ഓട്ടോമാറ്റിക് കൺവെയൻസ് എക്സ്പെൻസ് ആർ മീറ്റ് ബൈ ദ എംപ്ലോയർ. വേറെ ഏതെങ്കിലും ഓട്ടോമാറ്റിക് കൺവെയൻസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്, കാർ അല്ലാതെ വേറെ എന്തെങ്കിലും വെഹിക്കിൾസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്, അതിന്റെ എക്സ്പെൻസ് മീറ്റ് ചെയ്യുന്നതും എംപ്ലോയർ ആണ് എങ്കിൽ അവിടെ എന്താണ്? 2 കേസ് പറഞ്ഞു. ഫസ്റ്റ് കേസ് പറഞ്ഞത് ബീയിങ് യൂസ്ഡ് ഫോർ ഒഫീഷ്യൽ പർപ്പസ് ഓൺലി, ഒഫീഷ്യൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നോട്ട് എ ടാക്സബിൾ പെർക്വസിസ്റ്റ്. ദെൻ ഒഫീഷ്യൽ പർപ്പസിനും പേഴ്സണൽ പർപ്പസിനും കൂടിയാണ് യൂസ് ചെയ്യുന്നത് എങ്കിൽ ആക്ച്വൽ എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ബൈ ദ എംപ്ലോയർ മൈനസ് 900 per month ലെസ് ചെയ്യുക, ബാക്കി എമൗണ്ട് പോലെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ടാക്സ് കൊടുക്കേണ്ടി വരും. ഓക്കെ, ഇത്രയാണ് വാല്യുവേഷൻ ഓഫ് മോട്ടോർ കാർ നമുക്ക് പഠിക്കാനുള്ളത്.